പഹൽഗാം ആക്രമണത്തിലെ ഭീകരർക്കായി തെരച്ചിൽ തുടർന്ന് സൈന്യം ഒളിച്ചിരിക്കുന്ന ഭീകരർക്കായി ജമ്മുവിലെ 6 ജില്ലകളിൽ തെരച്ചിൽ ഊർജിതം. രജൌരി, പൂഞ്ച്, റിയാസി, ഉധംപൂർ, കിഷ്ത്വാർ, കത്വ മേഖലകളിൽ പരിശോധന ശക്തമാക്കി സുരക്ഷാസേന. അതിർത്തികളിൽ ഉൾപ്പെടെ കനത്ത ജാഗ്രതാ നിർദ്ദേശം. അതേസമയം ഞായറാഴ്ചയ്ക്കുള്ളിൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും പാക് പൗരന്മാരെ മടക്കി അയക്കാൻ മുഖ്യമന്ത്രിമാർക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പഹൽഗാമിൽ നിന്നും ശരത് ലാലാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ശരത് ലാൽ, എത്രമാത്രം ഊർജിതമാണ് ഇപ്പോൾ നിലവിൽ അവിടെ സൈനിക നടപടികൾ നടക്കുന്നത്? ഏത് രീതിയിലാണ് ഭീകരർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നത്? ഭീകരർക്ക് ഇതിലുള്ള തിരച്ചിൽ ഇന്നും തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി പൂർണ്ണമായ രീതിയിലാണ്, കുറ്റമറ്റ രീതിയിലാണ് തെരച്ചിൽ നടക്കുന്നത്. പഹൽഗാമിലെ ബസൂരി മലനിരകളും അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള സെക്ടറുകളുമാണ് ഇപ്പോൾ പൂർണ്ണ രീതിയിലുള്ള തെരച്ചിൽ നടക്കുന്നത്. അതുപോലെ വീടുകൾ തോർന്നുള്ള, അതായത് ലഷ്കർ ഇ തോയ്ബ സ്ലീപ്പർ സെല്ലുകളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട നീക്കം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ DGP അതേപോലെ തന്നെ കേന്ദ്ര ഏജൻസികൾ ഇവരുമായിട്ട് കോർഡിനേഷൻ യോഗം എല്ലാ ദിവസവും 2 തവണയെങ്കിലും കോർഡിനേഷൻ യോഗം നടക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും യോജിച്ചാണ്, സൈന്യവും സംസ്ഥാന ഗവൺമെൻറ്റും യോജിച്ചാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിലെ തെരച്ചിൽ നടക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രദേശത്ത് ജമ്മു കാശ്മീരിലെ ടൂറിസ്റ്റ് മേഖലകളിലൊക്കെ തന്നെ ഇന്നലെ സൈന്യം സർവേ നടത്തിയിരുന്നു, സുരക്ഷാ പരിശോധന നടത്തിയിരുന്നു. അവിടെ അധികൃതമായി താമസിക്കുന്നവരെയും അല്ലെങ്കിൽ വ്യക്തമായ രേഖകളില്ലാത്തവരെയും ഒക്കെ ഈ സ്ഥലങ്ങളിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതേപോലെ പട്ടാളത്തിൻ്റെ സൈന്യത്തിൻ്റെ റോന്ത് ചുറ്റൽ സംഘത്തെ നിയോഗിച്ചിട്ടുമുണ്ട്. ഇതോടുകൂടി ഈ വിനോദസഞ്ചാരങ്ങളുടെ സുരക്ഷ പൂർണ്ണരീതിയിൽ CRPF ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നമുക്ക് ഇവിടെ നിന്ന് നൽകാവുന്ന വിവരങ്ങൾ. ഏതായാലും പതുക്കെ ശ്രീനഗർ, പക്ഷേ ഈ ഞെട്ടിൽ നിന്ന് ശ്രീനഗറും പരിസരങ്ങളും അല്ലെങ്കിൽ പഹൽഗാമും പരിസരങ്ങളും മോചിതമായിട്ടില്ല. ഇപ്പോഴും ടൂറിസ്റ്റുകൾ ജമ്മു കാശ്മീരിലേക്ക് വരുന്നില്ല. മെയ് 27 പ്രധാനപ്പെട്ട ബുക്കിങ്ങുകളൊക്കെ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെ ഇതിൽ നിന്ന് മറികടക്കാം, അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് എങ്ങനെ ധൈര്യം കൊടുക്കാം, അല്ലെങ്കിൽ സുരക്ഷിതമാണ് കാശ്മീർ എന്നതാണ് ഇപ്പോൾ കാശ്മീർ സർക്കാരിനെ സംബന്ധിച്ചുള്ള പ്രധാന വിഷയം. ഇതിനു വേണ്ടിയുള്ള ബോധവൽക്കരണങ്ങളും മറ്റു കാര്യങ്ങളും തുടങ്ങാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പഹൽഗാമിൽ ഇന്നും തുടരും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ നടന്ന തെരച്ചിൽ ഫലവത്തായിട്ടില്ല. എന്നാലും ദീർഘമായ ദൂരമാണ്, കിലോമീറ്ററോളം ഉള്ള പൈൻ കാടുകളാണ്. അതുകൊണ്ട് തന്നെ ദുഷ്കരമായ തെരച്ചിലാണ് ആർമി ഇപ്പോൾ നടത്തുന്നത്. അതേപോലെ അക്രമത്തിൽ തീവ്രവാദികൾ ജമ്മുവിൽ വഴി രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നൊരു സാധ്യതയും സുരക്ഷാ സേനയോടൊത്തുണ്ട്. അതുകൊണ്ടാണ് ജമ്മുവിന്റെ ഭാഗങ്ങളിൽ തെരച്ചിൽ ശക്തമാക്കിയിരിക്കുന്നത്. ശരി ശരത് ലാൽ, പഹൽഗാം ആക്രമണത്തിലെ ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. സൈന്യം ഒളിച്ചിരിക്കുന്ന ഭീകരർക്കായി ജമ്മുവിലെ 6 ജില്ലകളിൽ തെരച്ചിൽ ഊർജിതമാണ്. രജൌരി, പൂഞ്ച്, റിയാസി, ഉധംപൂർ, കിഷ്ത്വാർ, കത്വ മേഖലകളിൽ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. വിനോദസഞ്ചാരികൾ ഇപ്പോൾ കശ്മീരിലേക്ക് വരുന്നത് കുറഞ്ഞിരിക്കുകയാണ്. ബുക്കിങ്ങുകളെല്ലാം നിർത്തിവെച്ചിരിക്കുന്നു. അതിൽ വലിയ തരത്തിലുള്ള ആശങ്കയിലാണ് സർക്കാരും ഭരണകൂടവും എന്നുള്ളതാണ് ശരത് ലാൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്.